സംഘട്ടന പരിശീലനത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരുന്ന ടിക്കി ടാക്ക എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ആസിഫ് അലിയുടെ വൈകാരികമായ കുറിപ്പ് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയൊന്നായിരുന്നു. പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആസിഫ് അലിയുടെ വമ്പൻ പ്രൊജക്റ്റാണ് ടിക്കി ടാക്ക. ഒരഭിമുഖത്തിൽ അദ്ദേഹം തന്നെ തന്റെ KGF എന്നായിരുന്നു ഈ സിനിമയെ വിശേഷിപ്പിച്ചത്. കള എന്ന ചിത്രത്തിന് ശേഷം രോഹിത് VS സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ആസിഫ് അലി തന്റെ വൈകാരികമായ കുറിപ്പിൽ ജോൺ ഡെൻവർ എന്ന ഈ സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ചും ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന സ്വഭാവത്തെക്കുറിച്ചും വിശേഷിപ്പിക്കുന്നുണ്ട്. ജോൺ എന്ന പോരാളിയുടെ പ്രതിരോധന ശേഷി, വെല്ലുവിളികളെ നേരിടുന്ന രീതി, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത സ്വഭാവം എന്നിവയെല്ലാം ആസിഫ് അലി എന്ന നടനെ ഈ കഥാപാത്രത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. 2023 ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ സംഘട്ടന പരിശീലനത്തിനിടെ വളരെ ദൗർഭാഗ്യകരമായൊരു അപകടം സംഭവിക്കുകയും തുടർന്ന് കിടപ്പിലാകേണ്ടി വന്ന ദിവസങ്ങളായിരുന്നു നടന്റേത്. വീൽ ചെയറിൽ നിരവധി ആഴ്ചകൾ, അതിനെല്ലാം ഉപരി 1 വർഷത്തിലേറെ സമയമെടുത്ത് നടൻ കഥാപാത്രത്തിന് വേണ്ടി തയ്യാറെടുത്തതെല്ലാം നഷ്ടമായി. ജോൺ ഡെൻവർ എന്ന പോരാളിയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുട്ടിയെപ്പോലെ ആശുപത്രി കിടക്കയിൽ അദ്ദേഹം കരഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇതാ 18 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ടിക്കി ടാക്കയുടെ ചിത്രീകരണം തുടരുകയാണ്. മെനിസ്കസ് ലിഗമെന്റ് പരിക്കുകളിൽ നിന്നും ഭേദപ്പെട്ട കാലുമായി ടിക്കി ടാക്കയ്ക്കു വേണ്ടി കൂടുതൽ വിയർപ്പും രക്തവും ഒഴുക്കുകയാണ് യൂത്ത് ഐക്കൺ ആസിഫ് അലി. ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. മലയാള സിനിമാ മേഖല ഒരു സുവർണ തരംഗം ആഘോഷിക്കുമ്പോൾ മുമ്പൊരിക്കലുമില്ലാത്ത തരത്തിലുള്ള ഒരു അനുഭവം സമ്മാനിക്കാനാണ് ടിക്കി ടാക്ക ഒരുങ്ങുന്നത്. ആക്ഷനുകൾ കൊണ്ട് സമ്പന്നമായ, പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഈ സിനിമയുടെ സംഘട്ടന രംഗങ്ങൾ ഒരുക്കുന്നത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഉദയൻ അനൻസ് എന്ന ഫൈറ്റ് മാസ്റ്ററാണ്. ദി റെയ്ഡ് റിഡംഷൻ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ സംഘട്ടന രംഗങ്ങൾ ഒരുക്കിയതും ഇദ്ദേഹമായിരുന്നു.